ക്ലാസ് തുടങ്ങാണ്. നമ്മള് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചെയ്തത് ഏത് പ്രോബ്ലം ആയിരുന്നു? ഒരു പ്രോബ്ലത്തിന് ഇത് എഴുതാണ്ടായിരുന്നു. വാക്ക് ചെയ്താണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ എത്രയാ? 4. ആംഗിൾസ് ഓഫ് 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി അതായിരുന്നോ? യെസ് സർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 109 അതിലെ 4th ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ ഒരറ്റത്ത് 50 ഡിഗ്രി കോണും മറ്റേ അറ്റത്ത് 65 ഡിഗ്രി കോണും വരച്ച് ഒരു ത്രികോണം ഉണ്ടാക്കി അതിന്റെ പരപ്പളവ് കണക്കാക്കുക എന്നുള്ളതാണ്. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര, അതിന്റെ രണ്ടറ്റത്ത് 65 ഡിഗ്രിയും 50 ഡിഗ്രിയും നമ്മൾ വരച്ചിരുന്നോ? ചിത്രം വരച്ചു. ഈ ഭാഗത്ത് എത്ര ഡിഗ്രി എടുത്ത്? 50 ഡിഗ്രി. 50 ഡിഗ്രി. അത് കറക്റ്റ് അളവെടുത്ത് വരക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അളവെടുത്ത് വരച്ചാലും പ്രശ്നമൊന്നുമില്ല. മറ്റേ ഭാഗത്ത് 65 ഡിഗ്രിയും 65 ഡിഗ്രിയും വരച്ച് ഒരു ത്രികോണം, ഇതിന്റെ പരപ്പളവ് കണക്കാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഏരിയ, ഈ മൂന്ന് കാര്യങ്ങളെ തന്നിരിക്കുക, ഇതിന്റെ ഏരിയ കാണണം നമ്മൾ. ഇപ്പോ ABC എന്ന് കൊടുക്കാം. ABC എന്ന് കൊടുത്തിട്ട് നമ്മള് ഈ ഒരു ലെങ്ത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടന്നത്. എവിടെ എത്തിയിരുന്നു നമ്മൾ എഴുതിയിട്ട്? ലാസ്റ്റ് എന്താ കിട്ടി? എന്ത് കിട്ടിയിരുന്നു? BD plus BC equals 5. BD plus BC equals 5. BD plus DC equal to 5. ഇവിടെ വെച്ച് നിർത്തി അല്ലേ? ഓക്കെ, അതിനു മുമ്പ് വേറെ എന്തെങ്കിലും കിട്ടിയിരുന്നോ? എന്തെങ്കിലും രണ്ട് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതിയിരുന്നോ? യെസ് സർ. ഒരാൾ പറഞ്ഞു. 1.19. 1.9 1.19 BD into BD BD is equal to AD. ഇങ്ങനെയാണോ? എഴുതി കറക്റ്റ് ആണോ? Yes sir. into B. ഇൻറ്റു 1.19 ഇൻറ്റു BD. അത് ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു AD. വേറെ എന്തോന്ന് കിട്ടിയിരുന്നല്ലോ? 2.14 into DC. Into DC is equal to AD. AD 2.14 അല്ലേ? Into DC. ഈക്വൽ ടു AD. രണ്ട് AD ആണല്ലേ? അവിടെ ഇതായിരുന്നു AD എടുത്തിരുന്നത്. ഇത് 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ. ഓക്കെ, എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മല്ല. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ എഴുതി കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ പിന്നെ ഇത് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട്, ഇത് രണ്ടും AD ആയതുകൊണ്ട് നമുക്ക് 1.19 BD
ഈക്വൽ ടു 2.14 DC എന്നും കൂടി എഴുതാം. കാരണം ഇത് രണ്ട് ഏരിയാണ്, ഇത് ഏരിയ ഇത് ഏരിയാണ്, അതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് എഴുതാം. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയി, അതുകൊണ്ട് 1.19 BD ഈക്വൽ ടു 2.14 DC എന്ന് എഴുതിയിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പിന്നെ വേറൊരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിരുന്നു, BD പ്ലസ് DC ഈക്വൽ ടു 5 എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല, ഇത് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോ പിന്നെ ഈ ഒരു കാര്യം കൂടി എഴുതിക്കോളൂ. ഇതായിരിക്കും ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവുക, അതിന്റെ താഴെ ഇത് കൂടി എഴുതുക. 1.19 BD ഈക്വൽ ടു 2.14 DC. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഒരു ഇക്വേഷന് 1.19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിനെ എല്ലാത്തിനെയും 1.19 എന്ന് മൾട്ടിപ്ലൈ ചെയ്യും. 1.19 BD പ്ലസ് 1.19 DC ഈക്വൽ ടു 5 into 1.19. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനിൽ എല്ലാത്തിനെയും 1.19 കൊണ്ട് മൾട്ടിപ്ലൈ. ആ 1.19 എവിടുന്നാണ് കിട്ടിയത് വെച്ച് കഴിഞ്ഞാല് ഈ ഇവിടെ ഈ ബീഡിന്റെ കൂടെ ഒരു 1.19 ഉണ്ട്, അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ 1.19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 1.19 BDക്ക് പകരം നമുക്ക് ഇനി ഇത് എഴുതാൻ പറ്റും. ഏത് 2.14 DC എന്ന് എഴുതാം. അപ്പൊ ഞാനിവിടെ ഇതിന് പകരം ഇത് എഴുതാണ് 2.14 DC പ്ലസ് 1.19 DC. ഇതാ തന്നെ എഴുതി, ഇതിന് പകരം ഇത് എഴുതി ഈക്വൽ ടു ഈ 5ഉം 1.19 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്താ കിട്ടുക? 119നെ 5 കൊണ്ട് ഗുണിച്ചാൽ 45 4 9 അല്ലേ? എത്ര വരിക? 5.95 അല്ലെ? 5.95. പക്ഷെ ഇത് രണ്ടും DC ആണ്, രണ്ടും DC ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. 2.14 1.19 ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പൊ 2.14 1.19 ഇത് രണ്ടും ആഡ് ചെയ്യാം. രണ്ടും ആഡ് ചെയ്യുമ്പം 3, ഇവിടെയും 3 എന്ന് വരും, ഇതും 3 എന്ന് വരും. 3.33 ഇത് രണ്ടും DC ആയതുകൊണ്ട് അത്രയും DC ഈക്വൽ ടു 5.95. അപ്പോ DC കിട്ടാന് നമുക്ക് എന്ത് ചെയ്താൽ മതി? DC കിട്ടാന് നമുക്ക് 5.95നെ ഈ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 0.8 രണ്ട് പിന്നെ അക്കങ്ങളുണ്ട്, ഇവിടെയും 0.8 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ പോയിന്റ് ഇല്ലാതെ എഴുതാൻ പറ്റും. 595 ഡിവൈഡഡ് ബൈ 8. അതിന്റെ ദിവസം ഞാൻ പറഞ്ഞതാ 0.8 രണ്ടെണ്ണം പോയിന്റ്, അതുകൊണ്ട് പോയിന്റ് ഇല്ലാതെ എഴുതാം. ഇനി നമുക്ക് അവിടെ ഒന്ന് അരിച്ചു നോക്കേണ്ടി വരും. 595നെ 333 കൊണ്ടൊന്ന് അരിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, 595നെ 333 കൊണ്ട് അരിച്ചു നോക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിലാകെ ഒറ്റ 333 ഉണ്ടാവുള്ളൂ. കുറക്കുന്നു. അപ്പൊ 2, ഇവിടെ 6 ഉണ്ട്, പിന്നെ ഇവിടെ 2, എന്നിട്ട് ഒരു 0 ചേർക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു പോയിന്റും. ഓക്കെ, ഇനി 2620
എത്ര 333 ഉണ്ട് എന്ന് കിട്ടാം. എത്ര ഉണ്ടാവും? 1000-ൽ ഒരു 3 മാക്സിമം ഉണ്ട്. അപ്പൊ 6, 8 എത്ര ഉണ്ടാവുമോ? 8 ഉണ്ടെന്ന് ഗുണിച്ചു നോക്കുക. 3 8 24, 24 26, വീണ്ടും 26 അല്ലെ? അപ്പൊ 8 ഇല്ല, 620 ഉള്ളൂ. അപ്പൊ 7 ഉണ്ടാവുള്ളൂ. നോക്കാം. 7 3 21 2 3021 23 2 3021 24. ഇനി ഒരു 3000 കൂടി ചേർന്നാല് 300 കൂടി തെറ്റിയില്ലല്ലോ. 3021 2 3021 23 2 331 ഇതിലെ കൂടെ 333 കൂടി ചേർന്നാല് 64 ആവും. അപ്പൊ ശരിയാവില്ല. അപ്പൊ 7 വെട്ടുള്ളൂ. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ നമ്മൾ കിട്ടുന്നത് 1.7 ആണ്. അപ്പൊ ഡി സിന്റെ നീളം കിട്ടിയാൽ മതി. ഒരു പ്രത്യേക രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, പലതവണ നമ്മൾ ചോദിച്ചുള്ള ചോദ്യമാണ്, പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം 1.7 സെന്റിമീറ്റർ എന്നാ കിട്ടും. 1.7 സെന്റിമീറ്റർ. നമുക്ക് ഇവിടെ ഇതിന്റെ പരപ്പളവ് ഏരിയ കിട്ടണമെങ്കിൽ ഈ ഏഡിന്റെ ലെങ്ത് കിട്ടേണ്ടത്. ഏഡിന്റെ ലെങ്ത് ഇവിടെ ഉണ്ട്. ഇത് എന്താ AD? അതിന്റെ ബാക്കി നമ്മുടെ ഇതാണ്. AD ഈക്വൽ ടു 2.14 into DC ഈക്വൽ ടു 2.14. DC നമ്മൾ കണ്ടെത്തിയതാണ് 1.7. ഇനി എന്താ ചെയ്യാ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് AD കിട്ടും. AD കിട്ടിയാൽ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് കിട്ടിയാൽ നമുക്ക് പരപ്പളവ് ഏരിയയും കാണാം കേട്ടോ. അപ്പൊ ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കുക. കുളിച്ചോക്കികള് sir. 3.638. 638 വരില്ലേ? അല്ലേ? രണ്ടെണ്ണം എഴുതിയാൽ മതിയല്ല ഇപ്പോൾ കേട്ടോ. ആ 8 എഴുതണമെന്നില്ല. ഇനി നമുക്ക് ഏരിയ, പരപ്പളം കൂടി കാണണം. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. half BH. ഈക്വൽ ടു, ഇനി ഇവിടെ കൊടുക്കുക, ഹാഫ് ഇൻറ്റു ബി അറിയണത് 5 ആണ് കേട്ടോ. പിന്നെ എച്ച് നമ്മൾ കണ്ടെത്തി. എച്ച് അറിയണത് AD ആണ്. AD അറിയണത് നമ്മൾ കണ്ടെത്തിയാണ് 3.6. ഇനി എന്ത് ചെയ്യാ? ഒന്നില്ലെങ്കിൽ 5ന്റെ ഹാഫ് കാണാം. 5ന്റെ ഹാഫ് പറയുന്നത് 2.5. ആ 2.5-നെ 3.63 കൊണ്ട്
ഗുണിച്ചാൽ മതി. ഒന്ന് ഗുണിച്ചു നോക്കി. $9.07. 9.07. ഓക്കെ, 9.07 പരപ്പളവാണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ എന്നും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ തലതിരിഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിത് എഴുതി പഠിക്കണം ഓരോ സ്റ്റെപ്പ്, എങ്കിലേ മനസ്സിലാവുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത്തരം ചോദ്യങ്ങൾ, അതായത് ഈ രണ്ട് കോണുകളും അതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു അളവും ഇത് രണ്ടു തന്നു കഴിഞ്ഞാൽ എളുപ്പ വഴിയിൽ എങ്ങനെയാണ് ഇതിന്റെ പിന്നെ ഏരിയ കാണാന്ന് പറഞ്ഞുതരാം. കുറച്ചും കൂടി പറയേണ്ടത്, കുറച്ചും കൂടി ക്ലാസ്സുകൾ വേണം എങ്കിലത് പറഞ്ഞു. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ പഠിച്ചു വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ചോദ്യം. ഇപ്പൊ എഴുതി കഴിഞ്ഞവര് ടെക്സ്റ്റ് ബുക്കില് 5th ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. പേജ് 109 109 അതിലെ 5ാമത്തെ ചോദ്യം. ഓക്കെ, എഴുതിയോ? 5ാമത്തെ ചോദ്യം എഴുതിയോ? Yes, sir. Yes, sir. നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ. ഒരു ട്രയാങ്കിൾ വരക്കണം. എങ്ങനെയാ? വിത്ത് വൺ സൈഡ് 8 സെന്റിമീറ്റർ. അതിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം. ഒരു വർഷം 8 സെന്റിമീറ്റർ ആയിരിക്കണം. പിന്നെന്താ പറഞ്ഞത്? ആൻഡ് ആൻ ആംഗിൾ ഓൺ ഇറ്റ് 40 ഡിഗ്രി. ഇതില് ഈ ഒരു വരയിലുള്ള ഒരു ആംഗിള്, ഇവിടെ ഒരു ആംഗിള്, അത് 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രിയാണ്. ഇനി വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ. അപ്പൊ നമ്മൾ 2 സൈഡ് ആയിട്ടുള്ളൂ. മാത്രമല്ല ഇതിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, ഒരു ആംഗിളേ തന്നിട്ടുള്ളൂ. അപ്പോ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തേർഡ് സൈഡ് ഉണ്ടല്ലോ, അതായത് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കണം, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കണം, അല്ലെങ്കിൽ എവിടുന്ന വരക്കേണ്ട അറിയില്ല, കാരണം ഇതിന്റെ ലെങ്ത് അറിയില്ല. അപ്പൊ ഇതിന്റെ മിനിമം ലെങ്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ തേർഡ് സൈഡ് നമുക്ക് വരക്കണം. വരക്കുമ്പോ അതിന്റെ മിനിമം ലെങ്ത് ആണ് നമുക്ക് കിട്ടേണ്ടത്, മിനിമം ലെങ്ത്. അപ്പോ നമ്മൾ അത് വരക്കുമ്പോ നോക്കുക. ഇപ്പൊ ഞാൻ ഈ സ്കെയിലിൽ വെച്ചിട്ട് ഇതിന്റെ 3ാമത്തെ സൈഡിന്റെ ലെങ്ത് മിനിമം ആയിരിക്കാം. മിനിമം ഏറ്റവും നീളം കുറഞ്ഞ രൂപത്തിലായിരിക്കണം. അപ്പൊ ഞാന് ഇങ്ങനെയാണ്
തേർഡ് സൈഡ് വരയ്ക്കും. ഇത് 8 സെന്റിമീറ്റർ ഉണ്ട്, 8 സെന്റിമീറ്റർ 8 ഇഞ്ച് ഉണ്ട്. 20 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ഉണ്ട്, 20 സെന്റിമീറ്റർ കേട്ടോ. എന്നാൽ കുറച്ച് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 18 ആയി. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ് 17 ആയി തേർഡ് സൈഡിലെ. ഓക്കെ, എന്നാൽ ഇങ്ങോട്ട് ഇങ്ങനെ നീക്കുന്ന ഇനി കൂടി പോവുക ചെയ്യാം കേട്ടോ. ഇപ്പൊ 19 ആയി, 20 പിന്നെയായി. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ദൂരം തേർഡ് ലെങ്ത്, ഒന്നാമത്തെ സൈഡിന്റെ ദൂരം നമുക്കറിയാം 8 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ അറിയില്ല, പക്ഷെ ചോദ്യം ഇതാണ്, മൂന്നാമത്തെ ഏറ്റവും കുറഞ്ഞ ദൂരം കിട്ടണം. അതിനിപ്പോ എങ്ങനെയൊക്കെ നമ്മൾ വരയ്ക്കേണ്ടി, ഏത് രൂപത്തിലായിരിക്കും വരയ്ക്കുക? വെറുതെ വരച്ചാൽ മതിയോ? ഇതിന്റെ നീളം, നമ്മൾ വരയ്ക്കുന്ന ഈ മൂന്നാമത്തെ വശത്തിന്റെ നീളം ഏറ്റവും ചുരുങ്ങിയതായിരിക്കണം. ഞാൻ കാണിച്ചു തന്നു. ഇങ്ങോട്ട് പോകും തോറും അത് കൂടി വരിക ചെയ്യണം. 22 ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ കുറഞ്ഞിങ്ങനെ വരും. പക്ഷെ വീണ്ടും ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ വീണ്ടും കൂടും. അപ്പൊ എങ്ങനെ എടുത്താലായിരിക്കും ഏറ്റവും ചുരുങ്ങി വരിക? അത് പെർപെൻഡിക്കുലർ ആവണം. വെരി ഗുഡ്. അത് പെർപെൻഡിക്കുലർ ആവുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാല് ഈ ആംഗിള് 90 ആവുന്ന രൂപത്തിൽ നമ്മള്, അപ്പോഴാണ് ഇതിന്റെ നീളം ഏറ്റവും ചുരുങ്ങി വരിക കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ നീളം ഏറ്റവും ചുരുങ്ങിയത് കിട്ടണമെങ്കിൽ ഇവിടെ 90 ആവുന്ന രൂപത്തിൽ നമുക്ക് വരക്കണം കേട്ടോ. അപ്പോ അങ്ങനെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഈ ഒരു നീളമാണെങ്കിൽ നമുക്ക് കാണേണ്ടി ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പൊ ABC എന്ന് ഞാൻ എഴുതി. നമുക്ക് BCന്റെ ദൂരമാണ് കിട്ടേണ്ടത്. BCന്റെ ദൂരം കിട്ടിയാൽ ഓക്കെ. അപ്പൊ BCന്റെ ദൂരം കിട്ടണം. എങ്ങനെ കണ്ടെത്തും പറഞ്ഞു നോക്കി. സൈന് സൈന് എത്ര കണ്ടി? 40. 0.40. സൈൻ 40 കാണാം. സമം പറയൂ. സൈൻ 40 ഈക്വൽ ടു എന്ത് ചെയ്താ? CB/8. CB by 8. സൈന് പറഞ്ഞാല് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. ഓപ്പോസിറ്റ് ഏതിന്റെ ഓപ്പോസിറ്റ്? 40ന്റെ ഓപ്പോസിറ്റ് ഇതാ PC ആണ്. പിന്നെ ഹൈപ്പോട്ടന്യൂസ് ആണ് കർണം പറയുന്നത് 90ന്റെ 8. ഓക്കെ, എതിർവശം ബൈ കർണം. ഓക്കെ, അതുകൊണ്ട് ഈ എഴുതിയ കറക്റ്റാ. സൈന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതിയത് ചെയ്യാം. ഇനി എന്താ ചെയ്യാ? 0.64. ഈ സൈൻ 40ന്റെ വില ഇതാ 0.64 ആണോ? നോക്കിയില്ലേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി? 6.28. 6.1 6.4. 6.4 മതി അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിട്ടോ. ഞാൻ നോക്കുന്നില്ല കറക്റ്റ് ആയിട്ട്. ഞാൻ നോക്കട്ടെ. സൈൻസ് 40 6428 64 മതി കേട്ടോ. ഈക്വൽ ടു CB by 8. ഇനിയോ പറയൂ, എന്ത് ചെയ്യാ? CB is equal to 0.64 into 8. ഈ ബൈ 8 ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പൊ ഇൻറ്റു 8 ഇതാവും. 0.64 into 8 ഈക്വൽ ടു CB. അപ്പൊ CB കിട്ടണമെങ്കിൽ അത് രണ്ടൊന്ന് വിളിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ CB എന്ന് പറയുന്ന മൂന്നാമത്തെ വശമാണ്. സാധാരണ BC എന്ന് പറയല്, CB എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഇത് രണ്ട് കുളിച്ച് എഴുതിയാൽ മതി. ഓക്കെ, എഴുതിക്കോളൂ.
കുഞ്ച 5.12. 5.12. അത്രയും സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ത്രികോണത്തിന്റെ ഒരു വശവും ഒരു കോണും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വശവുമാണ് രണ്ട് അളവുകൾ കിട്ടിയാൽ മതിയാണ് എങ്കിൽ നമുക്ക് ഈ വശം കണ്ടെത്തി ഇത് കിട്ടിയാൽ പിന്നെ ഇതും കാണാം. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൈൻ ഉപയോഗിച്ച് തന്നെ വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സൈനാണ്, കോസ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കോസ് പരമാവധി നമ്മൾ സൈൻ തന്നെ ഉപയോഗിക്കുക, എങ്കിൽ ചെയ്യാൻ സൗകര്യമായിരിക്കും. കോസ് ചില സമയത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് നമ്മൾ ഗുണിച്ചില്ലേ, അതിന് പകരം ഹരിക്കേണ്ടി വരും. ഹരിക്കണ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് പരമാവധി സൈന് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോ ആ ഒരു ടോപ്പിക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. മലയാളം പഠിക്കാര് ത്രികോണവും വൃത്തവും എഴുതി. ത്രികോണവും വൃത്തവും. നമ്മുടെ ഈ ത്രികോണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ ത്രികോണമിതി, ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ത്രികോണത്തെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പോ നമ്മള് ത്രികോണം മാത്രല്ല ഒരു വൃത്തം കൂടി എടുക്കുകയാണ്. വൃത്തവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഒരു ത്രികോണം ഇവിടെ വരച്ചിരിക്കുകയാണ്. ഞാൻ ത്രികോണം വരച്ചു. ഈ വൃത്തത്തിന്റെ കേന്ദ്രം ആണത്. ഈ ത്രികോണത്തിന്റെ പേര് കൊടുത്തു ABC. ഇത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന് നമുക്ക് O എന്ന് കൊടുക്കാം. ഇങ്ങനെ വരച്ചു. അപ്പോ ഈ ഒരു ആംഗിള്, ഈ കോണ് X ആണെങ്കിൽ ഈ ആംഗിള്, ഈ കോണ് എത്രയായിരിക്കും? 2x. 2x ആയിരിക്കും. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത്. നമ്മൾ സർക്കിൾ എന്ന വൃത്തം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈ രണ്ട് വശങ്ങള്, ഈ രണ്ട് സൈഡുകള് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോ ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180യിൽ നിന്ന് 2x മൈനസ് ചെയ്താൽ മതി. ഇത് മൂന്നും ആഡ് ചെയ്താൽ 180 ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെ സമ്മ എത്ര കിട്ടണമെങ്കിൽ 180 2x മൈനസ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് എത്രയാണോ കിട്ടുക അതിന് റിസൾട്ട് കൊടുക്കും. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇതാണ് കിട്ടുക. അപ്പൊ ഇവിടെ എത്ര കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹാഫ് പറഞ്ഞാല് 180ന്റെ ഹാഫ് 90, ഈ 2xന്റെ ഹാഫ് x. അതുകൊണ്ട് ഇവിടെ 90 മൈനസ് എക്സ് എന്നായിരിക്കും വരിക. ഇവിടെ അതന്നെയായിരിക്കും വരിക, 90 മൈനസ് എക്സ്. നമുക്ക് എഴുതി കഴിഞ്ഞാൽ ശരിയാണോ നോക്കാം. ഈ മൂന്ന് കോണുകളും കൂട്ടിയാല് 180 ആണ് വരേണ്ടത്. 180. ഇതിപ്പോ ആരും വരക്കണ്ട കേട്ടോ, വരക്കണ്ട. ശ്രദ്ധിച്ച് കേട്ടാ, തിയറിയാണ്. എങ്ങനെ കിട്ടുന്നത് പറയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കൂല. പക്ഷെ മനസ്സിലാക്കി വെക്കുക എങ്ങനെ കിട്ടിയ. അപ്പോ ഇത് രണ്ടും, ഈ മൂന്ന് കോണും കൂട്ടിയാൽ 150. ആ മൂന്ന് കോണും കൂട്ടി വെക്കാം. 2x പ്ലസ് 90 മൈനസ് എക്സ് പ്ലസ് 90 മൈനസ് എക്സ്. ഈ രണ്ട് കോണും തുല്യമായിരിക്കണമല്ലോ, കാരണം ഇത് സമപാർശ്വ ത്രികോണാണ്, ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പൊ നോക്കൂ,
ഈ 90-ഉം 90-ഉം കൂട്ടിയാല് 90 + 90 അപ്പൊ 150 തന്നെയാണ്. പക്ഷേ 2x ഒരു എക്സ് കുറച്ചാൽ പിന്നെ എക്സ് ഉണ്ടാവും, എക്സ് വീണ്ടും എക്സ് കുറച്ചാൽ 0. അതായത് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 150 തന്നെയാ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇതിന്റെ 90 - x 90 - x അങ്ങനെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാന് എന്താ ചെയ്യുന്നത്, ഇതൊക്കെ മാറ്റിയതിന്റെ ആവശ്യമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. 90 ആവുന്ന രൂപത്തിലാ വരച്ചിരിക്കുന്നത്. ഇത് 90 - x ആണ്. ഈ കോൺ ഇപ്പൊ തൽക്കാലം ഞാൻ എഴുതുന്നില്ല. ഇനി പറയൂ, ഈ കോണ് എത്രയായിരിക്കും? ഇത് 90, ഇത് 90 - x. അങ്ങനെയെങ്കിൽ ഈ കോണ് എത്രയായിരിക്കും? എത്രയായിരിക്കും ഈ കോൺ? ഇത് ടോട്ടൽ എത്രയായിരുന്നു? ഇവിടെ ടോട്ടൽ എത്രയായിരുന്നു? 2x. അപ്പൊ ഇത് എത്രയായിരിക്കും? x ആയിരിക്കും. നോക്ക്, ശരിയാണോ നോക്കല്ല നമുക്ക്. അതെങ്ങനെയാ ശരിയാണോ ചെക്ക് ചെയ്യാം? ആ 3 കോണുകൾ കൂട്ടിയാൽ 150 കിട്ടുകയാണെങ്കിൽ അത് ശരിയാ. ഓക്കെ, ഈ കോണ് 90 - x ആണ്, ഈ കോണ് 90 ആണ്, ഈ കോണ് x ആണ്. കൂട്ടി വെക്കാം നമുക്ക്. കണ്ടോ, ഈ -x-ഉം x-ഉം വെട്ടിപ്പോകും, പിന്നെ 90-ഉം 90-ഉം കൂട്ടിയാൽ തീരും. ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ത്രികോണത്തിലെ 3 കോണുകളും നമുക്ക് അറിയാം, പക്ഷെ x ആണ്. x ആയതുകൊണ്ട് കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പോ x ഇത് 90 - x, ഇത് 90 ആണ്. മാത്രല്ല നമുക്കറിയാം, ഒരു മട്ട ത്രികോണത്തില് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് ഒരു ആംഗിൾ x ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 90 - x ആയിരിക്കും. ഓക്കെ, ഇനി ഞാന് ഈ ഒരു ത്രികോണത്തില് സൈന് കാണാണ്. ഞാനിവിടെ പേര് കൊടുക്കാണ്. ഇത് d ആയിക്കോട്ടെ, ഇത് o ആയിക്കോട്ടെ. ഓക്കെ, സൈൻ x കാണാണ്. സൈൻ x കേട്ടോ. സൈൻ x പറഞ്ഞാല് യഥാർത്ഥത്തില് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. അതായത് എതിർവശം ബൈ കർണം. അതായത് സൈൻ x = എക്സിന്റെ ഓപ്പോസിറ്റ് ആണ്, എക്സിന്റെ എതിർവശം. എക്സിന്റെ എതിർവശം പറയുന്നത് ഈ BD ആണ്. അപ്പൊ BD ബൈ ഈ ഒരു ത്രികോണത്തില് ഏതാ ഹൈപ്പോട്ടനീസ്? കർണം ഏതാ? സൈൻ x = BD by OB. ശരിക്ക് ഈ BD എന്ന് പറയുന്നത് BC-യുടെ ഹാഫ് ആണ്. ഹാഫ് ഓഫ് BC. BC-ന്റെ ഹാഫ് ആണ് ശരിക്ക് BD ആണ്. ശരിയാണോ? നമ്മളൊരു കോഡ് ഞാനിങ്ങനെ വരച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ 90 ആവുന്ന രൂപത്തിൽ വരച്ചാല് ഈ 2 ഡിസ്ക് സെയിം ആയിരിക്കും. അപ്പൊ BD-ക്ക് പകരം ഞാന് ഹാഫ് ഓഫ് BC ഡിവൈഡഡ് ബൈ OB എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ. ഇത് റേഡിയസ് OB ആണ്. അപ്പൊ OB-ക്ക് പകരം R എന്ന് എഴുതും. ഇനി ഞാന് ഈ R-നെ ഇങ്ങോട്ട് മാറ്റുന്നു. ഇവിടെ ബൈ R ആകുമ്പോ ഇങ്ങോട്ട് വരുമ്പം ഇൻറ്റു R എന്നാവും. ഇത് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടില്ല, റിസൾട്ട് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതേപോലെ ഇപ്പൊ ഇവിടെ ഹാഫ് ആണുള്ളത്, ബൈ 2 ആണ്. ആ ബൈ 2-നെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇൻറ്റു 2 എന്നാവും. അപ്പൊ ഇവിടെ പിന്നെ ഈ ബൈ 2 ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ കിട്ടിയത് ഇതാണ്, BC = 2R sin x. ഇനി ഞാൻ ഇതൊക്കെ മായ്ച്ചു കളയാം കേട്ടോ. നമുക്ക് ഈ ഒരു ചിത്രം മാത്രം മതി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ കണ്ടിരിക്കുന്നു? ഇപ്പോ ഈ ഒരു സൈഡ് കിട്ടാന്
ഈ ബി സി എന്ന് പറയുന്ന സൈഡ് കിട്ടാന് 2r സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ബി സി കിട്ടാന് ഈ ട്രയാങ്കിളിലെ ഒരു സൈഡ് ലെങ്ത് കിട്ടാന് 2r എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡയമീറ്ററാണ്. ഈ ഡയമീറ്ററിനെ എന്ത് ചെയ്താൽ മതി? സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് എക്സ്? ബി സി ആണ് നമ്മൾ കാണുന്നതെങ്കിൽ, ബി സി ആണ് കാണുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എക്സ്. ഇനി ഞാൻ ആ എക്സ് ഒന്ന് മാറ്റി എഴുതാണ്. എക്സിന് പകരം എ എന്ന് കൊടുക്കുകയാണ്. അതായത് എ ആണല്ലോ ആംഗിൾ. ഇനി കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ബി സി എന്ന സൈഡ് നമ്മൾ കാണാന് ഈക്വൽ ടു 2r എന്ന് എഴുതുക. 2r എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡയമീറ്റർ ആണ്. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? സൈൻ എ. ഈ എ ഒന്ന് കിട്ടി വെച്ചാൽ ബി സി കാണുമ്പോ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റാവുന്ന ഒരു കാര്യം എഴുതി നോക്കുക. അതായത് നമ്മൾ കാണേണ്ടത് എ സി ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും എഴുതേണ്ടി വരിക? 2r sin b. 2r sin b. 2r Sin b. Sin b. ഈ ഒരു കാര്യം ഓർത്താൽ നമുക്ക് 3 മാർക്ക് ഉറപ്പിക്കാം. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. എ സി ആണ് കാണുന്നതെങ്കിൽ ഏത് കാണുകയാണെങ്കിലും സ്റ്റാർട്ടിങ് 2r തന്നെ. എന്നിട്ട് നോക്കുക, സൈന് കഴിഞ്ഞിട്ട് 2r സൈൻ ആണ്. ബി എഴുതാനുള്ള കാരണം എസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. അപ്പൊ അടുത്ത ഒരു സൈഡും കൂടി ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞാൽ ഏതാ? ab. AB equal to 2r sin c. 2r sin c. സൈൻസ് 2r sin c. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര എഴുതേണ്ടതുള്ളൂ. ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഈ 3 ഒന്ന് എഴുതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ 2r എന്ന് പറയുന്ന കാര്യം കാണില്ല. അതിന് പകരം 2r പകരം d എന്ന കാണും. d എന്നാല് ഡയമീറ്റർ ആണ്, അതായത് വ്യാസം. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി. അപ്പൊ ഈ 3 ഫോർമുലയല്ല, നമ്മൾ ഈ ചിത്രം ഉപയോഗിച്ചിട്ടാണ് അത് എഴുതുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ മനസ്സിൽ ഇങ്ങോട്ട് കയറണം. ഓക്കെ, നമ്മൾ സമവാക്യമായിട്ട് ഇവിടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാല് അത് തെറ്റിപ്പോവും. അപ്പൊ ഓരോ ചിത്രത്തിനും വേറെ വേറെ ആയിരിക്കും ഇങ്ങനെ വരിക. അപ്പൊ ഈ 2r പകരം d പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതേ കാര്യം വേറൊന്ന് നമുക്ക് വേറെ രൂപത്തിൽ പറഞ്ഞുതരാം. ഈ എന്റെ ഒരു ത്രികോണത്തില് എന്റെ എതിർവശം നമ്മള് ഓപ്പോസിറ്റ് സൈഡ് നമ്മള് സ്മോൾ ലെറ്റർ എ എന്ന് എഴുതാറുണ്ട്. അതേപോലെ ബിന്റെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ ബി എന്ന് എഴുതും. സിന്റെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ സി എന്ന് എഴുതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ബി സിക്ക് പകരം എ എന്ന് എഴുതാം. ബി സിക്ക് പകരം എ എന്ന് എഴുതാം. സമം കഴിഞ്ഞിട്ട് ഡി.
ഡി സൈൻ എ ഇങ്ങനെ എഴുതാൻ പറ്റും. എ ഈക്വൽ ടു ഡി സൈൻ എ. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? D sin B. ഡി സൈൻ ബി. അത് ഇത് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പൊ സി ഈക്വൽ ടു ഡി സൈൻ സി. ഡി സൈൻ സി. അപ്പോഴേ ഈ 3 ഇക്വേഷൻസില് ഇത് രണ്ടും ഒന്ന് തന്നെയാ. ഞാൻ ആ ബി സിക്ക് പകരം എ സിക്ക് പകരം എ ബിക്ക് പകരം അങ്ങനെയുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചതാ കേട്ടോ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇതിൽ നിന്ന് ഈ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് ഡി സമം എന്താ കിട്ടുക? പറയൂ. 2R sin. ഇതിൽ നിന്ന് ഡി സമം 2R sin. അല്ലേ? ഈ ഒരു സമവാക്യത്തിൽ നിന്ന് ഡി ഈക്വൽ ടു Sin A by A. സൈൻ എ ബൈ എന്ന ഡി കിട്ടണമെങ്കിലേ ഈ സൈനിനെ ഇങ്ങോട്ട് മാറ്റല്ലേ ചെയ്യാം. A by sin A. എ ബൈ സൈൻ എ എന്നാ വരും. അപ്പൊ ഇതിൽ നിന്ന് എ കിട്ടണമെങ്കിൽ അല്ല ഡി കിട്ടണമെങ്കിൽ എ ബൈ സൈൻ എ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ഡി കിട്ടുക? B by sin. B by sin B by sin. ബി ബൈ സൈൻ ബി. അപ്പൊ അടുത്തത് എങ്ങനെയാ ഡി കിട്ടുക? C by sin. C by sin. C by sin C. ഓക്കെ, സി ബൈ സൈൻ സി. അപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇപ്പൊ ഞാൻ എഴുതിയതാണ് കേട്ടോ. ഡി ഈക്വൽ ടു എ ബൈ സൈൻ എ. ഓക്കെ, ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഓക്കെ, ഇത് മൂന്നും പഠിക്കണമെന്നില്ല. മൂന്നും പഠിക്കാനും പണിയൊന്നുമില്ല. ശരിക്കും എന്താ സംഭവം അറിയോ? എ അറിയുന്നത് ഒരു വശമാണ്. ഈ ത്രികോണത്തിന്റെ ഒരു വശം ഒരു സൈഡാണ് എ അറിയുന്നത്. ഈ എ അറിയുന്നത് എന്തായിരുന്നു? ഒരു ആംഗിളാ അല്ലെ? ഏത് ആംഗിളാ? ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. അത് എ അറിയുന്നത് ഇവിടെയല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ അത്ര മനസ്സിലാക്കിയാൽ മതി. ഡി കിട്ടാന് വ്യാസം ഡയമീറ്റർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു വശത്തിന് അതിന്റെ എതിർകോണിന്റെ സൈൻ കൊണ്ട് ഹരിക്കാം. എ ബൈ സൈൻ എ ഓർത്താലും അത് മാത്രം ഓർത്താലും മതി. മുകളിൽ ഒരു വശം, താഴെ കോണ്, സൈൻ ഓഫ് എ കോണ്. ഓക്കെ, ഒരു ആംഗിളിന്റെ കോണാണ്, പിന്നെ സൈൻ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പൊ ബി ആണെങ്കിൽ ഒരു സൈഡ് ബി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതും കൂടി ഇപ്പൊ ബോർഡിൽ കാണും കൂടി നേടും കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ഇതാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നേരത്തെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എ ബൈ സൈൻ എ അത് ഓർത്തിരിക്കുക. എ ബൈ സൈൻ എ എന്ന ഡി ആണ് വ്യാസം, ഡയമീറ്റർ. ഡി ഈക്വൽ ടു എ ബൈ സൈൻ. എഴുതി കഴിഞ്ഞവര് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 114 അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക.
ഓക്കെ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തം, അതിലൊരു ത്രികോണം തന്നിട്ടുണ്ട്. ഈ ആംഗിള് 60 ആണ്. ഇത് 3 സെന്റിമീറ്റർ. അപ്പോ ത്രികോണമുണ്ട്, വൃത്തമുണ്ട്, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. അപ്പൊ ഇതിന്റെ വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരത്തിന് പകരം ഡി കാണാം. ഡി അറിയണ വ്യാസമാണ്. അപ്പൊ ഡി കാണാൻ ഒരു സമവാക്യം നമ്മൾ പഠിച്ചല്ലോ, എന്തായിരുന്നു? എന്താ ഡി ഒക്കെ പഠിച്ചത്? A by sin A. A by sin. എ ബൈ സൈൻ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക. ഓക്കെ, എ ബൈ സൈൻ എ ഈക്വൽ ടു ഒരു വർഷമാണ്, ഏതെങ്കിലും ഒരു വർഷം ഉണ്ടോ. അപ്പൊ വർഷം ഇവിടെ തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അപ്പൊ 3 എഴുതി ബൈ സൈൻ എന്ന് പറഞ്ഞാൽ ആ 3ന്റെ എതിർക്കോണാണ്. 3ന്റെ എതിർക്കോൺ ഇവിടെ 60. സൈൻ 60 സമം 3 ബൈ, ഇനി സൈൻ 60ന്റെ വില എത്രയാ നോക്കി. 0.86. തെറ്റിയില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 3നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്യാന് 3 പോയിന്റ്, ഈ മുകളില് പോയിന്റ് ആയിട്ട് 2 നമ്പർ ഉണ്ടെങ്കിൽ സുഖം. അപ്പൊ ഞാൻ പോയിന്റ് 2 0 കൊടുത്തു, താഴെ 0.86. ഇപ്പൊ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അതുകൊണ്ട് ഇനി എഴുതുമ്പോ പോയിന്റ് ഇല്ലാതെ എഴുതാം. മുകളില് 300, താഴെ പോയിന്റ് ഒഴിവാക്കിയാൽ 86 നീക്കും. ഇനി എന്താ ചെയ്താൽ മതി? 300നെ 86 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി, എഴുതിയെടുക്കുക. എന്നിട്ട് 300നെ 86 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്, ശരിക്ക് അടിച്ചു നോക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് കഴിയൂല. എത്രയാ പറഞ്ഞ? 3 പോയിന്റ് എത്രയാ പറഞ്ഞത്? 4. അത്രയും സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ഡി ആണ് ഇപ്പൊ കിട്ടിയത്. നമ്മൾ ചോദിച്ചത് ആരാണ് ചോദിച്ചിരിക്കുന്നത്? റേഡിയസ് ആണ് ചോദിച്ചത്. അപ്പൊ റേഡിയസ് കിട്ടണം. റേഡിയസ് കിട്ടണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ പകുതി എടുക്കണം. 3.48ന്റെ ഹാഫ് എടുക്കണം. ഓക്കെ, എത്ര വരിക? 3.148ന്റെ ഹാഫ്. ഹാഫ് കാണാറില്ലേ? 348നെ 2 തൊട്ട് ഇങ്ങനെ അരിച്ചു നോക്കണ്ടി. 1 2 2 1 7 14 8 4. ഓക്കെ, 174 അല്ല ഉത്തരം. എത്രയായിരിക്കും? 1.74. ഇത്രയും സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ.
Second question, what is the circumradius? Circumradius പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിലാണ് circumradius ഉണ്ടാവുക. പരിവൃത്ത ആരം. ഒരു ത്രികോണത്തിന്റെ പരിവൃത്തം പറയുന്നത് ഇതാ. circumradius പരിവൃത്ത ആരം of an equilateral triangle. ഒരു സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണം. അതിന്റെ ഒരു വശം എത്രയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ ഇത് 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പരിവൃത്ത ആരമാണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ ആരം കണ്ട പോലെ ഇവിടെ ആരമാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആരം കണ്ടെത്താൻ ഈ വശം ഉണ്ടായിരുന്നു, ഈ കോണും കൂടി കിട്ടിയാൽ മതി. ഈ കോൺ അറിയുന്നത് 60 degree. ആ, സമഭുജ ത്രികോണായതുകൊണ്ട് ഇത് 60 ആയിരിക്കും. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഒരേപോലെ ആയി. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഡി കാണുക, ഈ ഫോർമുല എഴുതിക്കാണ്ട് ഡി കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് കണ്ടിട്ട് ആറും കണ്ടെത്തുക. ചെയ്തോളൂ. Three. എത്ര? 8√3. 8√3. അങ്ങനെ പറയാം. കിട്ടിയ ലാസ്റ്റ് ആൻസർ? Yes. എത്ര? 4.65. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ 8 ആയി എന്നുള്ള മാത്രം മാറ്റുള്ളൂ. 8. അപ്പൊ ഇവിടെ 8 ആകും. അപ്പൊ ഇവിടെ 8 ആകും. അപ്പൊ ഇവിടെ 8 പോയിന്റ് എന്തെങ്കിലും വരും. അപ്പൊ ഇത് 800 ആവും. ഓക്കെ, 800നെ 86 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 9.3 9.30. 9.30 സീറോ എന്ന് എഴുതണമെന്നില്ല. ഓക്കെ, ഇനി അതിന്റെ 9.3യുടെ ഹാഫ് കണ്ടാൽ മതി. 9.3യുടെ ഹാഫ് കണ്ടു കഴിഞ്ഞാല് 4.95 അല്ല 6.5. ഇത്രയും സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ അത്ര മതി ഇന്ന് കേട്ടോ. ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടെ നിർത്തുക കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഈ ടൈമിൽ എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ? ഈ ടൈമില്
ഇല്ല. ഇല്ലല്ലോ. No, sir. കാരണം ആകെ 50 പേരാണ് മതി ഇന്നത്തെ ക്ലാസ് കയറി വന്നിരിക്കുന്നത്. ഞാൻ അറിയിക്കാം, ഓഫീസിൽ അറിയിക്കാം. ഓക്കെ, നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. That is all today. Have a nice day. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.